ചാനൽ ഗോഡ് ബ്ലെസ് യു. ബേസിക്കലി നമ്മളൊരു യാത്ര തുടങ്ങുക. ഞാൻ കൂട്ടുകാരനായിട്ട് പോകാനൊക്കെ ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവൻ അവസാന നിമിഷം വരുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൂന്നാർ പോവുക. ഞാനിത് ഇപ്പോൾ ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ സമയം ഇപ്പം 6:45. ഇപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. ഞാൻ ടെൻറ്റൊക്കെ ചെയ്യാനായിട്ടായിരുന്നു. എന്നാലും നമ്മൾ ടെൻറ്റൊക്കെ ചെയ്യും. ടെൻറ്റെല്ലാം നമ്മുടെ വണ്ടിയിലുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ ഇറങ്ങുള്ളൂ. കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങുക. ഞാനത് വണ്ടിയിലോട്ട് ഇതെല്ലാം വെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്കെല്ലാം സെറ്റാക്കി ഇറങ്ങിയത്. പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണ, നമ്മുടെ ദുൽദുൽ, ഇത് നമ്മളെ ബാഗ്, നമ്മുടെ ടെൻറ്റ് സാധനങ്ങൾ. ഇന്നലെ പോയി പുതിയ ചാർജറൊക്കെ വെച്ചത്, പുതിയ കണക്ഷനൊക്കെ ഉണ്ട്. പഴയ കണക്ഷൻ്റെ ഇവിടെ ഉണ്ട്, അത് പോയി. പിന്നെ ഇത് എനിക്കിപ്പോൾ പോകുന്ന വഴി തിന്നുന്ന ബിസ്ക്കറ്റ്, മിഠായി സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാനാണ്. എല്ലാത്ത യാത്ര പറഞ്ഞിട്ട് വരട്ടെ. പക്ഷേ അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടങ്ങുക. നമ്മുടെ വീടിൻ്റെ വാതിൽക്കൊക്കെ ഉള്ളത്. പിന്നെ ലൊക്കേഷൻ ഇതൊക്കെ കറക്റ്റ് ചെയ്യുമായിരുന്നു. അതാ താമസിച്ചത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വിടാം. അപ്പോൾ സമയം കറക്റ്റ് 6:57. എന്തായാലും ഇവിടെ നിന്ന് പോവാം. പക്ഷേ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. നമുക്കിനി റൈറ്റ് പോയി പമ്പിൽ പോയി പെട്രോൾ അടിച്ചുകൊണ്ട് വരാം. പെട്രോൾ കുറവാണ്. ഞാൻ ഇന്ന് പോകേണ്ടത് കൊണ്ട് ഞാൻ ഇന്നലെ അടിച്ചില്ല. ഇന്ന് അടിക്കാമെന്ന് വെച്ച് ഇരുന്നേ. എന്തായാലും പോയി ചേട്ടോ. ഇത് നമ്മുടെ പുതിയ ചാർജിങ് കേബിൾ. നമുക്ക് എന്തായാലും വണ്ടി വിടാം. മാന്നാർ എത്തി നിൽക്കുക. ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഞാനിന്ന് വീട്ടിലൊന്ന് വിളിക്കണം. ഫോൺ പൊട്ടിട്ട് ഇത് പിന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട്. ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്ക് കട്ടാവും. ഇതുണ്ട്, അത് ബോർമ കവല എന്ന് പറഞ്ഞുള്ള സ്ഥലം. നമ്മൾ പോകുന്ന വഴിയാ. ഇത് ഒരു വെറൈറ്റി പേര് കണ്ട് തോന്നി, ബോർമ കവല. നമ്മളിപ്പോൾ 500-ൻ്റെ പെട്രോൾ കൂടെ അടിച്ച്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 500-ന് അടിച്ചു. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ 59 മിനിറ്റും. പിന്നെ പരിപാടിയാണ്. വരുന്ന വഴി ഒരുപാട് കണ്ടത്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോകുന്നതായിട്ടുണ്ട്. നമ്മളിപ്പം മൂവാറ്റുപുഴയായിപ്പം. ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും കഴിക്കണം. പിന്നെ നമ്മുടെ മിഠായി ബാഗിലിരിക്കും. നമ്മൾ പോകുന്നത് ഇതേ മൂന്നാറിലോട്ടാണ്. നമ്മളിനി മൂന്നാറിലോട്ട് 1 മണിക്കൂർ 52 മിനിറ്റേ ഉള്ളൂ. ഇതേ നമ്മൾ പാലം കയറുക. വിശമ്പത് ചുരം കയറുന്ന വഴി അതുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ അത് കണ്ട് ശ്രദ്ധിച്ചില്ല. വണ്ടി വന്നുകൊണ്ട് അങ്ങോട്ടാണ് നിൽക്കും. അപ്പോൾ ഇത് തിരിച്ചു വന്നത്.
നല്ല തണുപ്പുണ്ട്. അല്ലേലും ഇങ്ങനെ നിന്നിട്ട് തന്നെ നല്ല തണുപ്പ്. അപ്പോൾ അവിടെ അത് കണ്ടോ, നമ്മൾ മേളിലോട്ട് കയറിപ്പോയി. ഇനി 47 മിനിറ്റ് കൂടെ ഉള്ളൂ മേളിൽ ചെല്ലാൻ. അപ്പോൾ എന്തുമായിരിക്കും അവസ്ഥയെന്ന് പടച്ചവനറിയാം. നമുക്ക് എന്തായാലും മേളിൽ കയറി ചെല്ലാം. നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി വ്യൂസ് കാണിച്ചു തരാം. ആ തേനി, കുമിളി, മധുരൈ, നമ്മളിത് ഇതിനകത്തുള്ള ചെക്ക് പോസ്റ്റ് ഈ അങ്ങോട്ടാ പോകണ്ടേ. ഇനി ഏകദേശം 6 മിനിറ്റ് കൂടെ ഉള്ളു. നമ്മൾ എന്തായാലും എത്തിയിടും. അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ പ്ലാൻ എന്താണെന്നുള്ളത് നോക്കണം. ഇവിടെ ഓരോന്നല്ലാതെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇത് ചെയ്യാനായിട്ട്. ബൂസ്റ്റും കഴിക്കാൻ വേണ്ടി ഇന്നത്തെ ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മളൊരു ഉഴുന്നോടെ മേടിച്ച് ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് വരട്ടെ. കഴിച്ചപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ നടുക്ക് നിൽക്കുക. എന്ത് ടൂറിസ്റ്റ് പ്ലേസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ. പിന്നെ ബൂസ്റ്റും വടയും പറഞ്ഞത് കഴിച്ച്. ബൂസ്റ്റ് വന്നില്ല, ഇപ്പോൾ വരും. അവിടെ നിന്ന് അങ്ങോട്ട് വന്നാൽ നമ്മൾ മൂന്നാറ് ഇതിൽ നിന്ന് നേരെ വട്ടവടയ്ക്ക് പോവാം. അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ അവിടെ കുറേ പേരത്തെ വെച്ചിട്ടുണ്ട്. പോലീസുകാരനോട് വെച്ചിട്ട് മുന്നോട്ട് വലിയ ഇതൊന്നും ഇല്ല. വേറൊരു പോലീസുകാരൻ അതേ നല്ലൊരു ഇതായിട്ട് പറഞ്ഞു തന്നു. പിന്നെ എനിക്കും ഇതിൻ്റെ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു. അത് നമ്മളെന്തായാലും പിന്നെ നമ്മുടെ വാപ്പിയുടെ കൂട്ടുകാരന്മാരുണ്ട് പണ്ട് പാട്ട്. അപ്പം ആൾക്കാരൊക്കെ വിളിച്ച് അവർ പറഞ്ഞു തന്നെ. അവരിവിടെ സ്ഥിരം വരുന്നവരൊക്കെയാണ്. അപ്പോൾ അവരെ വിളിച്ച് അവർ പറഞ്ഞു തന്നെ. അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം. വട്ടവടയ്ക്ക് ഈ റൂട്ടാണ് എന്തായാലും പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ വട്ടവടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച വട്ടവടയാകാം. 1 മണിക്കൂർ 34 മിനിറ്റുള്ള ഓട്ടോ. ഭയങ്കര തണുപ്പ്. കയ്യൊക്കെ ഒരു മരവിച്ച്. നമ്മൾ പോകുന്ന വഴി ഇതുണ്ടോ, അടിപൊളി സ്ഥലം. നമ്മുടെ ടെൻറ്റും നമ്മുടെ ബാഗും ഒക്കെ എഴുതുന്നു. നമുക്ക് എന്തായാലും വണ്ടി വിടാം. ഇതുണ്ടോ മറ്റേല്ലേ ആ ഗെയിം, ഇത് എന്തോ സാധനം. സാധനം തന്നെ മറ്റേ ഇത് ആ ബോളിൽ കൊള്ളിക്കണമെന്ന് തോന്നുന്നത്. എന്തുവാണോ എന്തോ.
കേട്ടോ വന്നത്. കേൾക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ബസ് നിർത്തിയതാണ്. നല്ല സെറ്റ് സ്ഥലമല്ലേ, കൊള്ളാം, രസമുണ്ട്. ഭയങ്കര തണുപ്പാണ്, ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പ് കഴിച്ചു ഇവിടെ. തണുപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പ്. കൈയൊക്കെ മരവിച്ച്. എൻ്റെ കയ്യിൽ മറ്റേ ഇതിരിപ്പുണ്ട്, പക്ഷേ എനിക്കത് ഇടാൻ തോന്നില്ല. തണുപ്പിൻ്റെ ഒരു സുഖത്തിന് അങ്ങ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും തണുപ്പുണ്ട്. എലിഫന്റ് ക്രോസിംഗ് ഏരിയ എഴുതി വേണം പോകാൻ. തിരക്കാ വിഷയം. ആ പോകുന്ന 2 ബൈക്കുകാരെ നമുക്ക് കൂട്ടിന് കിട്ടിയിട്ടുണ്ട്. വട്ടവടയിലോട്ട് നമ്മൾ തിരിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു. ബ്ലോക്കും എല്ലാം അത് നാട്ടോട്ട് കയറി. അവർ നമ്മൾ സംസാരിച്ച് ആ പോകുന്ന ബൈക്കുകാരില്ലേ, അവരായിട്ട് സംസാരിച്ച് നമ്മൾ ആ ബ്ലോക്കിൽ വെച്ച് അപ്പോൾ അവരുടെ ഒപ്പത്തിന് വരാനെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒറ്റ ബൈക്ക് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. അവർ രണ്ടും ഞാൻ ഒറ്റയായിട്ട് എന്നെക്കാട്ടി നല്ല ഒരുമിച്ച് കയറുവാണെങ്കിലേ അത്രയും. ആ വണ്ടിക്കകത്തുനിന്ന് വരുന്ന പുക ഉണ്ട്, അവിടെ ട്രാവലറിനകത്ത് നമ്മൾ ഫോറസ്റ്റിനകത്തൊക്കെ ഉള്ളത്. വട്ടവട ഇതൊരു ഗ്രാമമാണെന്നൊക്കെ പറഞ്ഞു. എന്താണെന്നൊക്കെ നോക്കാം, അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം.